നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പ്രമേയത്തെ ഇസ്രായേൽ തള്ളി. യുദ്ധം നിർത്തില്ലെന്നും ഹമാസിനെ തുരത്തും വരെ യുദ്ധം തുടരുമെന്നുമാണ് ഇസ്രായേലിന്റെ നയം. അവസാന ബന്ദിയും തിരിച്ചെത്തും വരെ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗവീർ പറഞ്ഞു. ആക്രമണം വ്യാപിപ്പിക്കുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. വീറ്റോ ചെയ്യാതിരുന്ന അമേരിക്ക രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് കീഴടങ്ങിയെന്നും ബെൻ ഗവീർ പറഞ്ഞു. UN രക്ഷാ കൗൺസിലിലെ 14 അംഗങ്ങളാണ് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. രക്ഷാ കൗൺസിലിലെ താൽക്കാലിക അംഗങ്ങളാണ് പ്രമേയം അവതരിപ്പിച്ചത്. നേരത്തെ നിരവധി തവണ വെടിനിർത്തൽ പ്രമേയം അംഗരാജ്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ US വീറ്റോ ചെയ്തിരുന്നു. ഇസ്രായേലിന് അനുകൂലമായി US കൊണ്ടുവന്ന പ്രമേയങ്ങൾ റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. ഇതാദ്യമാണ് സുരക്ഷാ കൗൺസിൽ വെടിനിർത്തൽ പ്രമേയം പാസ്സാകുന്നത്. 10 അംഗങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ പ്രമേയം മൊസാബിക്കിന്റെ പ്രതിനിധിയാണ് നിർദ്ദേശിച്ചത്. അതിനിടെ പ്രമേയം വീറ്റോ ചെയ്തില്ലെങ്കിൽ US-ലെ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരുന്നു. അതേസമയം വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതും സംബന്ധിച്ച് അമേരിക്ക മുൻനിലപാട് ഉപേക്ഷിച്ചതായി അറിയിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയും പുറത്തിറങ്ങിയിരുന്നു. ഖേദകരമെന്ന് പറയട്ടെ, അമേരിക്ക പുതിയ പ്രമേയത്തെ വീറ്റോ ചെയ്തില്ല. പ്രസ്താവനയിൽ പറയുന്നു, ഇസ്രായേൽ പ്രതിനിധികളും അമേരിക്കൻ ഉദ്യോഗസ്ഥരും തമ്മിൽ വാഷിംഗ്ടണിൽ ഈ വാരം നടക്കാനിരിക്കുന്ന ചർച്ചകൾ റദ്ദാക്കാൻ നെതന്യാഹുവും തീരുമാനിച്ചു. ഹമാസ് ബന്ദികളെ തടവിലാക്കിയതിനാൽ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചു. UN-ലെ പലസ്തീൻ പ്രതിനിധിയായ റിയാദ് മൻസൂർ പ്രമേയത്തെ സ്വാഗതം ചെയ്തിരുന്നു. ഈ സമിതിക്ക് വെടിനിർത്തൽ ആവശ്യത്തിനായി 6 മാസം ആവശ്യമായി വന്നു. 1 ലക്ഷത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടേണ്ടി വന്നു. 20 ലക്ഷത്തിലധികം പേർ പലായനം ചെയ്യേണ്ടി വന്നു എന്ന് റിയാദ് മൻസൂർ പറഞ്ഞു. വെടിനിർത്തൽ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രമേയങ്ങളെ അമേരിക്ക നേരത്തെ എതിർക്കുകയും തെറ്റായ തീരുമാനമായിരിക്കുമെന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു. പ്രമേയം പാസ്സാകാൻ അനുവദിച്ചുകൊണ്ട് തങ്ങളുടെ നിലപാടുകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് US ദേശീയ സുരക്ഷാ സമിതി വക്താവ് ജോൺ കിർബി വ്യക്തമാക്കി. വെടിനിർത്തലിനെ പിന്തുണച്ചെങ്കിലും ഹമാസിന്റെ നടപടികളെ അപലപിക്കാത്തതിനാൽ അനുകൂലമായി വോട്ട് ചെയ്തില്ലെന്നും കിർബി വിശദീകരിച്ചു. അതേസമയം മരുന്നിന്റെയും ഭക്ഷണത്തിന്റെയും അഭാവം കാരണം ഇസ്രായേലി ബന്ദി മരിച്ചുവെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. 34 വയസ്സുകാരനായ യജീബ് കുട്ടാഫാണ് മരിച്ചതെന്ന് ഹമാസിന്റെ സൈനിക വിഭാഗം അൽ ഖസം ബ്രിഗേഡ് ടെലഗ്രാം ചാനൽ വഴിയാണ് പുറത്തുവിട്ടത്. ഇസ്രായേൽ തടവുകാരന്റെ പേര് വ്യക്തമാക്കുന്ന ഒരു ഹ്രസ്വ വീഡിയോയും അൽ ഖസം പുറത്തുവിട്ടിരുന്നു. യജീബ് കുട്ടാഫ്, ഭാര്യ റിമോൺ എന്നിവരെ അടക്കമുള്ള ഇസ്രായേലികളെയാണ് ഒക്ടോബർ 7-ന് ഹമാസ് ബന്ദികളാക്കിയത്. നവംബർ 28-ന് നടന്ന തടവുകാർ തമ്മിലുള്ള കൈമാറ്റത്തിൽ റിമോണിനെ മോചിപ്പിച്ചിരുന്നു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിലും ഉപരോധത്തിലും ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന അതേ അവസ്ഥ ബന്ദികളായ ഇസ്രായേലികളും അനുഭവിക്കുന്നുണ്ടെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ഹമാസ് വ്യക്തമാക്കി. പട്ടിണിക്കൊപ്പം ഭക്ഷണത്തിന്റെയും മരുന്നുകളുടെയും ദൗർലഭ്യം, പകർച്ചവ്യാധികൾ അടക്കമുള്ള അസുഖങ്ങൾ പലരുടെയും ജീവന് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങളെ അദ്ദേഹം അതിജീവിച്ചെങ്കിലും ഭക്ഷണത്തിന്റെയും മരുന്നുകളുടെയും ക്ഷാമം അതിജീവിക്കാൻ യജീബ് കുട്ടാഫിനായില്ലെന്നും ഹമാസ് വ്യക്തമാക്കി. ഇസ്രായേൽ അധികൃതർ അൽ ഖസം പ്രസ്താവനയോട് പ്രതികരിച്ചിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.